excretory product and their elimination. ആ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ, 3 ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ നമ്മൾ പഠിച്ചിരുന്നു. അമോണോഡലിസം, യൂറിയോട്ടലിസം, യൂറിക്കോട്ടലിസം, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ്. പിന്നെ ഹ്യൂമൻ കിഡ്നി, സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, ടൈപ്സ് ഓഫ് നെഫ്രോൺ, 2 ടൈപ്സ് നെഫ്രോൺ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കോർട്ടിക്കൽ നെഫ്രോണും ജെക്സ്റ്റാ ഗ്ലോമറുലാർ നെഫ്രോൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, മൂത്രം എങ്ങനെ രൂപം കൊള്ളുന്നു. യൂറിൻ ഫോർമേഷൻ നമ്മൾ 3 സ്റ്റെപ്പാണ് പറയുക. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. മറ്റൊന്ന് ട്യൂബുലാർ, സെക്കൻഡ് സ്റ്റെപ്പ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയും, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ആൻഡ് ഫൈനൽ ഇവന്റ് ഈസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ. ഈ 3 ഇവൻസിലൂടെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. എന്താ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ബ്ലഡ് ഗ്ലോമറുലസ് വഴി ഒഴുകും. കിഡ്നിക്കകത്ത് റീനൽ ട്യൂബ്യൂളിൻ്റെ കപ്പ് സ്ട്രക്ചറാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ കാണുന്ന ദ ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ്, അതിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് കോൾഡ് ഗ്ലോമറുലസ്. വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ് വഴി ഒഴുകുമ്പം the fluid part of the blood, some fluid part of the blood enters into the capsular space. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ കപ്പിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് അല്പം പ്ലാസ്മ ഭാഗം താഴ്ന്നു വരും. വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലറീസ്, അതായത് ഗ്ലോമറുലസ് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസിന് ചെറിയ ഹോൾസ് ഉണ്ടാകും അതിൻ്റെ ഭിത്തിയിൽ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ബ്ലഡ് ഒഴുകുമ്പോൾ അതിൻ്റെ പ്ലാസ്മ പാർട്ട് എന്ത് ചെയ്യും? കുറേ ലീക്ക് ചെയ്ത് ഈ സ്പേസിലേക്ക് വരും. അങ്ങനെ വരുന്ന ഫ്ലൂയിഡിന് വരാമെന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ്, സം ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ക്യാപ്സുലാർ സ്പേസ്, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ സ്പേസിലേക്ക് താഴ്ന്നു വരുന്നു. ദിസ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ദ പ്രോസസ് ഇസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇനി ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ആരൊക്കെ ഉണ്ടാവുന്നുള്ളത്? ബ്ലഡിൽ നിന്നാണ് ഈ കണ്ടിന് വരുന്നത്, പക്ഷേ അതിനകത്ത് RBC, WBC അതൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. ഈ ചെറിയ ഹോൾ വഴി അതൊന്നും താഴോട്ട് വരികയില്ല. എന്നാൽ ഇതിനകത്ത് ആരുണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ, NaCl, യൂറിയ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇതുപോലെയുള്ള അമോണിയ, ഗ്ലൂക്കോസ് പോലെയുള്ള യൂസ്ഫുൾ മെറ്റൽ ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന വേസ്റ്റും ഉണ്ടാവും. ഇത്തരത്തിൽ യൂസ്ഫുള്ളും മറ്റ് നൈട്രജനസ് വേസ്റ്റും അടങ്ങിയ ബ്ലഡിൻ്റെ പ്ലാസ്മ ഭാഗം, ദറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, Na+, യൂറിയ. നമ്മൾ യൂറിയോട്ടിലേക്ക്, അപ്പോൾ യൂറിയ ഉണ്ടാവും, യൂറിയ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. മൈനർ എമൗണ്ട് കാണുന്ന ക്രിയാറ്റിനിൻ പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഒരു 3-4 കണ്ടന്റ് പറയണം: ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, Na+, യൂറിയ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, എക്സെട്ര. ഇതൊക്കെ അടങ്ങിയ ഒരു ദ്രാവക ഭാഗം നമ്മളതിനെ വിളിക്കുക ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മളതിനെ യൂറിൻ എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതിലേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ പേര് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ്, ഇപ്പോൾ ബ്ലഡിൽ നിന്നാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, ബ്ലഡിൻ്റെ ഒരു ഭാഗമാണ് യൂറിനായി മാറുന്നത്. വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ്, some fluid part of the blood enters into the capsular space, that is called glomerular filtrate. This process is called glomerular filtration. It contains glucose, യൂസ്ഫുൾ ഉണ്ടാവും, വേസ്റ്റും ഉണ്ടാവും. നമ്മൾ വേസ്റ്റിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫിൽട്രേഷൻ നടക്കുന്നത്. പക്ഷേ അതിനകത്ത് യൂസ്ഫുൾ കണ്ടന്റ് വരും. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? യൂസ്ഫുളിനെ മൊത്തം നമ്മൾ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ കൊണ്ടുപോകും. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, യൂറിയ, ക്രിയാറ്റിനിൻ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, Na+, എക്സെട്ര. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഓക്കെ, ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയേഴ്സിലൂടെ. ഈ അരിക്കൽ പ്രക്രിയ നടക്കുക 3 ലെയർ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? താഴോട്ടേക്ക് വരുന്നത്. ആ 3 ലെയേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ ഈ ബൊമാൻസ് ക്യാപ്സ്യൂള് വലുതാക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത് എപ്പിത്തീലിയൽ ലെയേഴ്സ് ഉണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂൾ ലൈൻഡ് വിത്ത് എ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം പറയുമ്പോൾ അത് നമുക്കൊരു ചാപ്റ്ററിനകത്ത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ചാപ്റ്ററിനകത്ത് ഈ ടിഷ്യൂസ് പഠിക്കാനുണ്ട്.
ഇപ്പോൾ നമ്മൾ ബോഡി കാണുന്ന ഒരുതരം എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കലയാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതിൻ്റെ ഒരു ലെയർ അവിടെ ഉണ്ടാവും, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഈ കപ്പിലുണ്ടാവും. ഇതിൻ്റെ ഭിത്തി ഉണ്ടാക്കിയത് എ ലെയർ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഇൻ ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ കോൾഡ് പോഡോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ പോഡോസൈറ്റ്സ്. ഇതിനകത്ത് കാണുന്ന ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. ഇനി ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് കാപ്പിലറിയാണ്. ഈ ബ്ലഡ് കാപ്പിലറി എന്ത് ചെയ്യും? അതിൻ്റെ ഭിത്തിയിലും എപ്പിത്തീലിയൽ ലേയേഴ്സ് ഉണ്ടാവുക. എപ്പിത്തീലിയൽ ലേയേഴ്സ് ഉണ്ടാവും. ബ്ലഡ് വെസൽസിൻ്റെ വോളിൽ കാണുന്ന ടിഷ്യൂ ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും. നമ്മൾ എൻഡോത്തീലിയം എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്തുള്ള ഇതിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കണ്ടന്റ് ഫിൽട്ടർ ചെയ്തിടത്തേക്ക് വരണമെങ്കിൽ ആദ്യം ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് എന്ത് ചെയ്യണം? ടിഷ്യൂസിൻ്റെ ഈ ബ്ലഡ് വെസലിൻ്റെ ഗ്ലോമറുലസിൻ്റെ എപ്പിത്തീലിയം കടന്നു വരണം. അതുപോലെ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം കടന്നു വരണം. എവിടെ എപ്പിത്തീലിയം ഉണ്ടോ അതിന് തൊട്ട് താഴെ നിന്നുണ്ടാവും. അത് നിൽക്കുന്ന എപ്പോഴും ഒരു ജെല്ലി ലൈക്ക് മെറ്റലായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയും. എപ്പിത്തീലിയം നിൽക്കുന്ന ആ കട്ടിയുള്ള ഭാഗത്തെ വിളിക്കും നമ്മൾ ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ ബ്ലഡിൽ എപ്പിത്തീലിയം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ബേസ്മെന്റ് ലെയർ ഉണ്ടാവും. ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ എപ്പിത്തീലിയം ഉണ്ടോ അതിന് മുകളിൽ നിന്നുണ്ടാവും ഒരു ബേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ കടന്ന് ബേസ്മെന്റ് മെംബ്രെയിൻ കടന്ന് ഇവിടെയുള്ള എപ്പിത്തീലിയം കടന്ന് എന്നിട്ട് വേണം ഇത് ഈ സ്പേസിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ 3 ലെയർ ക്ലോത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ലിക്വിഡ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന പോലെ ഉണ്ടാവും. ഈ ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ സ്പേസിലേക്ക് വരുമ്പം അത് 3 ലെയേഴ്സിലൂടെ കടന്നു വരും. ഒന്ന് ദ ലെയർ ഓഫ് എപ്പിത്തീലിയം ഇൻ ദ ഗ്ലോമറുലസ്. ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം വിളിക്കുക നമ്മൾ എൻഡോത്തീലിയം എന്നാണ് പറയുക. അപ്പോൾ എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലസ്, മറ്റൊന്ന് എപ്പിത്തീലിയം ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, മറ്റൊന്ന് അതിൻ്റെ ഇടയ്ക്കുന്നുണ്ടാവും. എവിടെ എപ്പിത്തീലിയം ഉണ്ടോ അത് നിൽക്കാൻ വേണ്ടി ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പോൾ ആ ബേസ്മെന്റ് മെംബ്രെയിൻ കൂടി കടന്നിട്ട് എന്ത് ചെയ്യുക? ഈ സ്പേസിലേക്ക് ആര് വരുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത് ത്രൂ 3 ലേയേഴ്സ്, 3 ലേയേഴ്സിൻ്റെ ഉള്ളിലൂടെയാണ്. എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലസ്, എപ്പിത്തീലിയം ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ ബേസ്മെന്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് ലേയേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ത് വിളിക്കാറുണ്ട്? അൾട്രാ ഫിൽട്രേഷൻ എന്നുകൂടി വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷനും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഒന്ന് തന്നെയാണ്. വൈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ? The filtration takes place through 3 layers. So it is called ultra filtration. Okay. ഇനി ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്ന റേറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര ഫോം ചെയ്യും? ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ് നമ്മളതിന് വിളിക്കുക GFR എന്ന് പറയും. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. എൻ്റെ ഷോർട്ടാണ് GFR. എന്താ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്? ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ നമ്മുടെ 2 കിഡ്നിയിലും കൂടി എത്ര ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു? ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതിൻ്റെ നോർമൽ വാല്യൂ, നോർമൽ എമൗണ്ട്, നോർമൽ GFR ഓഫ് എ പേഴ്സൺ 125 ml പെർ മിനിറ്റ് ആണ്. 125 ml പെർ മിനിറ്റ്. ആ വാല്യൂ നിങ്ങൾക്ക് നോർമൽ വാല്യൂ അറിയണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോ മിനിറ്റിലും 125 ml എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം എത്ര ഉണ്ടാവും? ഒരു മിനിറ്റിൽ 125 ml ആണെങ്കിൽ ഒരു ഡേയിൽ 180 ലിറ്റേഴ്സ് ആയിരിക്കും. 180 ലിറ്റർ പെർ ഡേ. ഒരു ഡേയിൽ 180 ലിറ്റർ ഈ ഫിൽട്രേറ്റ് 2 കിഡ്നിയും കൂടി രൂപം കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ദ ബ്ലഡ് ത്രൂ ദ ഗ്ലോമറുലസ്, സം ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് enters into the capsular space. That is called glomerular filtrate. It contains glucose, amino acid, Na+, urea, phosphate, sulfate, etc. The amount of glomerular filtrate formed per minute is called GFR. GFR of a healthy person is 125 ml per minute. That is 180 liters per day. Okay? Yes. ഇനി നോക്കി, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയും. അങ്ങനെ ഫിൽട്രേറ്റ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫിൽട്രേറ്റ് പിന്നീട് എന്ത് ചെയ്യും? ഈ PCT, Henle's loop, DCT വഴി ഇങ്ങനെ ഒഴുകിപ്പോകും. വെൻ ദ ഫിൽട്രേറ്റ് ഫ്ലോസ് ത്രൂ ദ റിനൽ ട്യൂബ്യൂൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൽ ഭൂരിഭാഗം വെള്ളത്തിൻ്റെ എന്ത് ചെയ്യും? തിരിച്ച് ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. ഒരു ദിവസം നമ്മൾ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ അളവ് 180 ലിറ്റേഴ്സ് ആണ്. അത് അതേപോലെ തന്നെ യൂറിനായി മാറുകയാണെങ്കിൽ ഒരു ദിവസം 180 ലിറ്റർ യൂറിൻ നമ്മൾ പാസ് ചെയ്യും.
ഒരിക്കലും നമുക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ഹെവി വാട്ടർ ലോസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോ ദിവസവും ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ അളവ് 180 ലിറ്റർ ആണ്. ദ വോളിയം ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ ഡേ 180 ലിറ്റർ. ബട്ട് ദ വോളിയം ഓഫ് യൂറിൻ റിലീസ്ഡ് പെർ ഡേ, നമ്മൾ ഒരു ദിവസം പാസ് ചെയ്യുന്ന യൂറിൻ്റെ അളവ് 1.5 ലിറ്റർ ആണ്. 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ മാത്രമേ യൂറിൻ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് എടുത്താൽ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ അളവ് 150 ലിറ്റർ ആണ്. നമ്മൾ പുറന്തള്ളുന്ന യൂറിൻ്റെ അളവ് 1.5 ലിറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 99% ഫിൽട്രേറ്റും അബ്സോർബ്ഡ് ബാക്ക് ടു ദ ബ്ലഡ്. തിരിച്ച് ഈ ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ട്യൂബിനെ ചുറ്റിക്കൊണ്ട് പെരി ട്യൂബുലാർ ബ്ലഡ് കാപ്പിലറി ഉണ്ട്, അതിൽ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, ഇതിനെ വലിച്ചെടുക്കും. അങ്ങനെ 180 ലിറ്റർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനം എന്തായി മാറും, 1.5 ലിറ്റർ മാത്രമേ മൂത്രമായി മാറുന്നുള്ളൂ. ബാക്കി 99% ഫിൽട്രേറ്റിനെയും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചെടുക്കുന്നു. ആ പ്രോസസ്സിൻ്റെ പേരാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഈ ഫിൽട്രേറ്റിലേക്ക് വന്ന കണ്ടന്റിനെ ഭൂരിഭാഗം നമ്മൾ ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബുലാർ പാർട്ടിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് കാപ്പിലറി ഉണ്ടാവും. അതിൻ്റെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. അപ്പം എന്താണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ? ദ വോളിയം ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ ഡേ 180 ലിറ്റർ. The amount of urine excreted per day is 1.5 liter. That is 180 ലിറ്റർ എന്തായി മാറുന്നു, 1.5 ലിറ്റർ ആയിട്ട് ചുരുങ്ങുന്നു. That is 99% of the filtrate is absorbed back to the blood. This process is called tubular reabsorption. ആ ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ ഏതൊക്കെ കണ്ടന്റ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നുള്ള, all the nutrients are absorbed back to the blood. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസും അമിനോ ആസിഡ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിനകത്ത് ഒരു മോളിക്യൂൾ പോലും ഗ്ലൂക്കോസും അമിനോ ആസിഡ് ഉണ്ടാകില്ല. ഓൾ ദ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ബാക്ക് ടു ദ ബ്ലഡ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറയുമ്പോൾ അതിന് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി എന്ത് ചെയ്യും, ദ nutrients are absorbed. Nutrients and also the sodium ions are absorbed back to the blood. Glucose, amino acid, sodium ions are absorbed back to the blood by active transport. Then the അങ്ങനെ നമ്മൾ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സമയത്ത് എന്ത് ചെയ്യും, അല്പം നൈട്രജൻ വേസ്റ്റും തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും. ദ നൈട്രോജനസ് വേസ്റ്റ് ലൈക്ക് യൂറിയ അബ്സോർബ്ഡ് ബൈ പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ യൂസ്ഫുൾ മെറ്റീരിയൽസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുമ്പോൾ അല്പം എന്ത് ചെയ്യും, നൈട്രോജനസ് വേസ്റ്റും തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും ബൈ പാസീവ് ട്രാൻസ്പോർട്ട്. ആൻഡ് ആൾസോ വാട്ടർ അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ബൈ പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് വഴി നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് വാട്ടർ അബ്സോർബ്ഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആൻഡ് സോഡിയം അയോൺസ് ആർ അബ്സോർബ്ഡ്. ഇങ്ങനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എത്തിയിരിക്കുന്ന ചില ഘടകങ്ങളെ നമ്മൾ ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അങ്ങനെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ് ഈ ഫിൽട്രേറ്റ് ഇവിടെ എത്തും. അവിടെയാണ് ഫൈനൽ ഇവന്റ് നടക്കുക, ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ദ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. ഇത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണ്. ഇത് ട്യൂബുലാർ സെക്രീഷൻ കുറച്ചുകൂടി നമ്മൾ അഡീഷണൽ വേസ്റ്റ് മെറ്റീരിയൽ ഈ ഫിൽട്ടറിലേക്ക് ഡംപ് ചെയ്യും. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ DCT ഓഫ് ദ നെഫ്രോൺ. DCTയിൽ ഫിൽട്രേറ്റ് എത്തുമ്പോഴാണ് സംഭവിക്കുക. സം സബ്സ്റ്റൻസസ് ലൈക്ക് ഹൈഡ്രജൻ അയോൺ, potassium ions, ammonia, etc. are added to the filtrate. Ammonia, K+, H+. These substances are added to the filtrate, released into the filtrate. ഈ ഫിൽട്ടറിലേക്ക് എന്ത് ചെയ്യും, തിരിച്ച് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫിൽട്രേഷൻ, ബ്ലഡിനകത്തുള്ള കണ്ടന്റ് ഇതിലേക്ക് വന്നു. അതിൽ ഭൂരിഭാഗവും നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് തിരിച്ചെടുത്തു. അങ്ങനെ ആ വാട്ടർ കണ്ടന്റ് വളരെ കുറഞ്ഞ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് DCTയിൽ എത്തുമ്പോൾ സം അഡീഷണൽ വേസ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോൺസ്, അമോണിയ ആർ ആഡഡ് ടു ദ ഫിൽട്രേറ്റ്. അങ്ങനെ ഈ സബ്സ്റ്റൻസിനെ ഫിൽട്രേറ്റിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയും. അറ്റ് ദ എൻഡ് ഓഫ് ദീസ് 3 പ്രോസസ്സസ്, ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞാൽ ദ ഫിൽട്രേറ്റ് ഈസ് മച്ച് കോൺസെൻട്രേറ്റഡ്. അതിനകത്തുള്ള വാട്ടർ 99% വാട്ടറും തിരിച്ച് ബ്ലഡിലേക്ക് പോയി. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വേസ്റ്റ് മെറ്റീരിയൽ. നൗ ഇറ്റ് ഈസ് കണ്ടെയ്ൻ ഓൺലി വേസ്റ്റ് മെറ്റീരിയൽ. അതിനകത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ മാത്രം ഉണ്ടാവുക. ദറ്റ് ഈസ് കോൾഡ് യൂറിൻ. ആ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നു, യൂറിൻ എന്ന് പറയുന്നു. അത് അങ്ങനെ ഓരോ നെഫ്രോണിൽ നിന്ന് വരുന്ന യൂറിൻ
ഈ കളക്റ്റിംഗ് ഡക്റ്റിനകത്ത് എത്തും. അത് പിന്നീട് പെൽവിസ് വഴി റീനൽ പെൽവിസില്ലേ അവിടെ എത്തി അത് യുറേറ്റർ വഴി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, ബോഡിയിൽ എങ്ങനെയാണ് മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഇറ്റ് takes place by 3 processes. One is glomerular filtration or ultrafiltration. When the blood flows through the glomerulus, some fluid part of the blood enters into the capsular space. അപ്പോൾ ബ്ലഡിൽ നിന്നാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. The filtrate contains water, Na+, glucose, amino acid, urea, phosphate, sulfate, etc. The amount of filtrate formed per minute is called GFR. GFR of a healthy person is 125 ml per minute. That is 180 liters per day. Tubular reabsorption. The volume of filtrate formed per day 180 liters, but the volume of urine excreted is 1.5 liter. That is 99% of the filtrate is absorbed back to the blood. That process is called tubular reabsorption. Then final event in the mechanism of urine formation is tubular secretion. It occurs in the DCT of the nephron. Some substances like hydrogen ion, potassium ion, ammonia are added to the glomerular filtrate. That process is called tubular secretion. At the end of these 3 processes, the filtrate is much concentrated and it is called urine. ആ പറഞ്ഞ ഭാഗം ഒന്ന് ഓർത്ത് നോക്കുക. മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. യെസ്, അടുത്ത ഭാഗം ഫങ്ഷൻസ് ഓഫ് റീനൽ ട്യൂബ്യൂൾസ്. നമ്മുടെ റീനൽ ട്യൂബ്യൂളിൻ്റെ ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ദ റോൾ ഓഫ് റീനൽ ട്യൂബ്യൂൾ. PCT വെച്ചിട്ട് ഏതൊക്കെ സബ്സ്റ്റൻസിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ഏതൊക്കെ സബ്സ്റ്റൻസസ് ബ്ലഡിൽ നിന്ന് ഈ ട്യൂബിലേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഡയഗ്രാം ടെക്സ്റ്റിനകത്തുണ്ട്. അത് നമ്മൾ അരമാർക്ക് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ബ്ലഡിലേക്ക് പോകുന്ന അർത്ഥം, ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഇതിലേക്ക് റിലീസ് ചെയ്യുന്ന അർത്ഥം. The functions of different regions of the renal tubule. One, PCT, proximal convoluted tubule. എന്തൊക്കെയാണ് നടക്കുക അവിടെ നിന്ന്? ഈ ഫിൽട്രേറ്റിനകത്തുള്ള all the nutrients are absorbed. ഇപ്പോൾ ന്യൂട്രിയൻസ്, വാട്ടർ, ബൈകാർബണേറ്റ് അയോൺസ്, അയോണിക് ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് HCO3- എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ് അയോൺസ്. These are absorbed from the filtrate back to the blood. The substances like potassium ion, hydrogen ion, ammonia are released into the filtrate. ഈ ആരോ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണ്. These substances are absorbed back to the blood from the filtrate. These are released from the blood into the filtrate. When the filtrate passes through the descending limb of loop of Henle, water absorption take place. Descending limb permeable to water, impermeable to salt. അപ്പോൾ ഡിസെൻഡിങ് ലിംബ് വഴി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ ഫിൽട്രേറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. ഇനി അസെൻഡിങ് ലിംബിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ദ അസെൻഡിങ് ലിംബ് പെർമിബിൾ ടു സാൾട്ട്, NaCl കടത്തിവിടും ബ്ലഡിലേക്ക്, എന്നാൽ വാട്ടറിനെ കടത്തിവിടില്ല. It is impermeable to water but permeable to NaCl. അപ്പോൾ NaCl എന്ത് ചെയ്യും? ഇവിടുന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ഇവിടെയാണെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ഡിസെൻഡിങ് ലിംബ്, അബ്സോർപ്ഷൻ ഓഫ് സാൾട്ട് ഫ്രം ദ അസെൻഡിങ് ലിംബ്. ഇനി DC എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വാട്ടർ ആൻഡ് ആൾസോ HCO3- ബൈകാർബണേറ്റ് അയോൺസ്. ന്യൂട്രിയൻസിന് മൊത്തം എന്ത് ചെയ്യും? ഇവിടുന്ന് അബ്സോർബ് ചെയ്യും. All the nutrients are absorbed from the PCT. ഇവിടെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് ഫ്രം ഫിൽട്രേറ്റ് ബാക്ക് ടു ദ ബ്ലഡ്. ഇനി ബ്ലഡിൽ നിന്ന്
ഇതിലേക്ക് റിലീസ് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പൊട്ടാസ്യം അയോൺ, ഹൈഡ്രജൻ അയോൺ, അമോണിയ ആർ റിലീസ്ഡ് ഫ്രം ദ ബ്ലഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂളിൻ്റെ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ നിന്ന് ഓരോ ഭാഗത്തും നടക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പം പി സി ടി, ഹെൻലീസ് ലൂപ്പ്, ഡി സി ടി. പി സി ടിയിലാണെങ്കിൽ ദീസ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ ഫിൽട്രേറ്റ് ബാക്ക് ടു ദ ബ്ലഡ്. ഇതാണെങ്കിൽ ഫ്രം ദ ബ്ലഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ്. ഇനി ലൂപ്പ് ഓഫ് ഹെൻലി ആണെങ്കിൽ ഡിസെൻഡിങ് ലിംബ് ഈസ് permeable to water. That is water absorption from the filtrate into the blood. From descending limb, salt is absorbed from the filtrate into the blood from the ascending limb. DCT, absorption of water, the bicarbonate ions from the filtrate back to the blood. The substances like potassium, hydrogen ions, the ammonia are released into the filtrate from the blood. In collecting duct, absorption of water. Absorption of water also take place from the collecting duct. അങ്ങനെ ഒരു ടേബിളായിട്ടോ അല്ലെങ്കിൽ ഈ ഓരോ ഭാഗം ഈ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ ക്ലിയർ ആയി കിട്ടും. ഈ ഫിൽട്രേറ്റിലേക്ക് അരമറ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ഫിൽട്രേറ്റിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽട്രേറ്റിൽ നിന്ന് ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യുന്നു. ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ റീനൽ ട്യൂബ്യൂൾ. ഇനി ഇതിനകത്തൊരു ടേം ആണ് മിക്ചുറേഷൻ എന്ന് പറയാം. മിക്ചുറേഷൻ നമ്മൾ യൂറിനേഷൻ എന്ന് പറയും. എങ്ങനെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത്? മിക്ചുറേഷൻ ആൾസോ കോൾഡ് യൂറിനേഷൻ ഓർ വോയിഡിങ് എന്ന് പറയും. എങ്ങനെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതല്ല, വെൻ ദ യൂറിനറി ബ്ലാഡർ ഇസ് ഫിൽഡ് വിത്ത് യൂറിൻ. നമ്മുടെ യൂറിനറി ബ്ലാഡർ ഉണ്ട്, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ. വെൻ ദ യൂറിനറി ബ്ലാഡർ, ഇത് യൂറിത്ര എന്ന് പറയും. ഇവിടെ രണ്ട് സ്പിങ്ക്ടേഴ്സ് ഉണ്ട്, നമ്മൾ യൂറിത്രൽ സ്പിങ്ക്ടേഴ്സ് പറയും. എങ്ങനെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നത്? വെൻ ദ യൂറിനറി ബ്ലാഡർ ഇസ് ഫിൽഡ് വിത്ത് യൂറിൻ. യൂറിൻ വന്ന് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്ത് മസിൽ അത് സ്ട്രെച്ച് ചെയ്യും, മാക്സിമം അത് സ്ട്രെച്ച് ചെയ്യും, വികസിക്കും. അങ്ങനെ ഈ യൂറിൻ ബ്ലാഡറിൻ്റെ ഇന്നർ വോളിൽ സം സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്. ദേ ആർ കോൾഡ് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ന് പറയും. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ പരമാവധി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞെന്നുള്ള ബോധം ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നത്? CNS ബ്രെയിനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും, മാക്സിമം എത്തി ഇനി യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത്. വെൻ ദ യൂറിനറി ബ്ലാഡർ ഈസ് ഫിൽഡ് വിത്ത് യൂറിൻ, ദ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ യൂറിനറി ബ്ലാഡർ ആർ സ്റ്റിമുലേറ്റഡ്. ദ സെൻഡ് ഇമ്പൾസസ് ടു ദ CNS. അങ്ങനെ CNSലേക്ക് ഈ ബ്ലാഡർ മാക്സിമം സ്ട്രെച്ച് ചെയ്തു എന്നുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ദ CNS സെൻഡ് മോട്ടോർ ഇമ്പൾസ്, അല്ലെ, ബ്രെയിനിൽ വരുന്ന മോട്ടോർ ഇമ്പൾസ് ആയിരിക്കും. മോട്ടോർ ഇമ്പൾസ് ടു ദ വാൾ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ ഭിത്തിയിലേക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ, ഈ യൂറിൻ ബ്ലാഡർ ഉണ്ടാക്കിയത് സ്മൂത്ത് മസിൽ ഉണ്ട്, ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ കൺട്രാക്ട് ചെയ്യും. ഇപ്പം ബ്ലാഡർ കൺട്രാക്ട് ചെയ്യും. അതേസമയത്ത് റിലാക്സേഷൻ ഓഫ് യൂറിത്രൽ സ്പിങ്ക്ടേഴ്സ്, ഈ യൂറിത്രൽ സ്പിങ്ക്ടേഴ്സ് റിലാക്സ് ചെയ്യും. സാധാരണ യൂറിൻ വന്നറിയുമ്പം ഈ ബ്ലാഡറിനെ എക്സ്പാൻഡ് ചെയ്യും, സ്പിങ്ക്ടേഴ്സ് കൺട്രാക്ട് ചെയ്തിരിക്കും. ഇവിടെ എന്താ ചെയ്യുക? ബ്ലാഡർ കൺട്രാക്ട് ചെയ്യും, ഇപ്പോൾ യൂറിത്രൽ സ്പിങ്ക്ടേഴ്സ് റിലാക്സ് ചെയ്യും. യൂറിൻ ഫ്രീലി പാസസ് ഔട്ട്. ദറ്റ് ഈസ് കോൾഡ് മിക്ചുറേഷൻ. What is micturition? The elimination of urine from urinary bladder is called micturition. When the urinary bladder is filled with urine, the stretch receptors are stimulated. Urinary bladder അതിൻ്റെ maximum capacity എത്തിക്കഴിഞ്ഞാൽ the stretch receptors, ഇപ്പോൾ urinary bladder ഇന്നറിൽ കാണുന്ന some specialized nerve cells are called stretch receptors. They are stimulated. They send impulses, nerve impulses to the CNS. CNS send motor impulses to the smooth muscles of the urinary bladder. Contraction of urinary bladder, relaxation of urethral sphincters. ഇപ്പോൾ urethral sphincters ഞാൻ പറഞ്ഞിരുന്നു, യൂറിത്രയുടെ നെക്ക് കാണുന്ന മസ്കുലർ ബാൻഡാണ് urethral sphincters. urethral sphincters റിലാക്സ് ചെയ്യും, യൂറിൻ ഫ്രീലി പാസസ് ഔട്ട്. ഇനി യൂറിനെ പറ്റി നമുക്ക് അറിയണം. യൂറിൻ്റെ pH 6 ആണ്. 6 എന്ന് പറയുമ്പം അസിഡിക് ആണ്. യൂറിൻ ഈസ് അസിഡിക്. ഇറ്റ് ഈസ് ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. ഒരു പ്രത്യേക സ്മെൽ ഉണ്ടാവും. ഒരു ഫ്രഷ് യൂറിൻ്റെ സ്മെല്ലിന് കാരണം യൂറിനോയിഡ് എന്നുള്ള കെമിക്കലാണ്. നമ്മൾ പാസ് ചെയ്ത് പാടുന്ന യൂറിനുള്ള സ്മെല്ല് ഒരു തരവും, അത് കെട്ടിക്കിടന്നാൽ സ്റ്റാൻഡിങ് യൂറിൻ്റെ ഇറിറ്റേറ്റിംഗ് സ്മെല്ലായിരിക്കും. ആ ഇറിറ്റേറ്റിംഗ് സ്മെല്ലിന് കാരണം യൂറിയ വീണ്ടും ബാക്ടീരിയ വന്ന് വർക്ക് ചെയ്തിട്ട് അതിനെ പൊട്ടിച്ചിട്ട് അമോണിയാക്കി മാറ്റും. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചെന്നാൽ യൂറിയ മാറും. യൂറിയ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ അമോണിയയുടെ സ്മെല്ലാണ് സ്റ്റാൻഡിങ് യൂറിനുള്ള ഇറിറ്റേറ്റിംഗ് സ്മെൽ. സാധാരണ പാസ് ചെയ്ത ഫ്രഷ് യൂറിനുള്ള സ്മെല്ല് ദ പ്രസൻസ് ഓഫ് യൂറിനോഡ്.
The urine is yellow colored watery fluid. pH of urine 6. Okay. ഇനി നമ്മൾ ഒരു ഡേയിൽ റിലീസ് ചെയ്യുന്ന യൂറിയയുടെ എമൗണ്ട്, യൂറിനകത്തുള്ള യൂറിയ, ദ എമൗണ്ട് ഓഫ് യൂറിയ റിലീസ്ഡ് പെർ ഡേ 20 to 30 gram ആണ്. 30 gram യൂറിയ റിലീസ്ഡ് പെർ ഡേ. ഈ നോർമൽ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. ഒരു ദിവസം ഒരു ഹെൽത്തി അഡൾട്ട് പേഴ്സൺ പാസ് ചെയ്യുന്ന മൊത്തം യൂറിനകത്തുള്ള യൂറിയയുടെ എമൗണ്ട്, യൂറിൻ കണ്ടെയ്ൻസ് യൂറിയ 20 to 30 gram യൂറിയ പെർ ഡേ. ഓക്കെ. അപ്പോൾ മിക്ചുറേഷൻ എന്താണെന്ന് അറിയണം. യൂറിൻ്റെ ഒരു നോർമൽ കണ്ടീഷൻ കാരണം യൂറിൻ ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡ്, pH ഓഫ് യൂറിൻ 6, ഹെൽത്തി അഡൾട്ട് പേഴ്സൺ എക്സ്ക്രീറ്റ് 20 to 30 gram യൂറിയ പെർ ഡേ. ഇനി ഹോർമോണൽ കൺട്രോൾ ഓഫ് കിഡ്നി ഫങ്ഷൻ എന്ന് പറയും. കിഡ്നിയുടെ വർക്ക് ഹോർമോൺസ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ADH നിങ്ങൾ 10th പഠിച്ചതാണ്. എങ്ങനെയാണ് കിഡ്നിയുടെ ഫങ്ഷൻ നമുക്ക് ഹോർമോൺസ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? കിഡ്നി 2 റോളുണ്ട്. നൈട്രജൻ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ വാട്ടർ ബാലൻസ് കീപ്പ് ചെയ്യുന്നു, ഓസ്മോ റെഗുലേഷൻ. അതിന് ചില ഹോർമോൺസിൻ്റെ കൂടി സഹായം വേണം. അപ്പോൾ കൺട്രോൾ ഓഫ് കിഡ്നി ഫങ്ഷൻ ബൈ ADH. ADHനാൽ എങ്ങനെയാണ് കിഡ്നിയുടെ വർക്ക് കൺട്രോൾ ചെയ്യുന്നത്? ആൻറ്റി ഡയറൂട്ടിക് ഹോർമോൺ, ദറ്റ് ഈസ് വാസോപ്രസിൻ. ദ കൺട്രോൾ ഓഫ് കിഡ്നി ഫങ്ഷൻ ബൈ ADH. വെൻ വാട്ടർ കണ്ടന്റ്, നമ്മൾ ഓടിക്കാത്ത വാട്ടർ കണ്ടന്റ് അതിന് 2 ലെവലുണ്ട്. ഒരു ലോവർ ലിമിറ്റ് ഉണ്ടാവും, അപ്പർ ലിമിറ്റ് ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് ഇതിനേക്കാളും കുറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കൂടി വരും, ഇതിനേക്കാളും കൂടിയാൽ അത് കുറഞ്ഞു വരും. ഇത് ചെയ്യുന്നത് കിഡ്നി ആണെങ്കിലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ADH. വെൻ വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് വെരി ലോ, നമ്മൾ ബോഡിക്കകത്ത് വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ, ദറ്റ് ഈസ് ഡ്യൂറിങ് സമ്മർ സീസൺ, ഈ ഒരു സമയം ഈ കാലാവസ്ഥയിലൊക്കെ എന്താണ് വിയർപ്പൊഴിയൊക്കെ വെള്ളം നല്ലോണം നഷ്ടപ്പെടുന്നതുകൊണ്ട് വാട്ടർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ബോഡിക്കകത്ത് വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ, വെൻ വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് വെരി ലോ, ദ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് ADH. ഹൈപ്പോതലാമസ് ADH പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ലോ വാട്ടർ കണ്ടന്റ് ആണോ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് ADH. ഹൈപ്പോതലാമസ് എന്ന് ADH ഉണ്ടാക്കുന്നത്. ഈ ADHയുടെ ടാർഗറ്റ് ഏതാണ്? DCT ആണ്. ഇറ്റ് മേക്സ് ദ DCT പെർമിയബിൾ ടു വാട്ടർ. ഇപ്പോൾ DCT ആ മെംബ്രെയിൻ വെള്ളത്തിന് ബ്ലഡിലേക്ക് കടന്നു പോകാൻ സഹായിക്കും. അപ്പോൾ വീണ്ടും എന്തെയും ഈ ഫിൽട്രേറ്റ് വെള്ളത്തിന് എന്തെയും ബ്ലഡിലേക്കും തിരിച്ചു കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഫിൽട്രേറ്റിനകത്ത് വാട്ടർ കണ്ടന്റ് കുറയും. നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ ഹൈപ്പർ ടോണിക് യൂറിൻ എന്ന് പറയും. സാൾട്ട് കണ്ടന്റ് കൂടിയ യൂറിൻ, അതൊന്ന് വേനൽക്കാലത്ത് നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈപ്പർ ടോണിക് യൂറിൻ ആയിരിക്കും. വെള്ളം കൂടിയ യൂറിൻ നമ്മൾ ഹൈപ്പോ ടോണിക് എന്ന് പറയും, സാൾട്ട് കണ്ടന്റ് കുറവുള്ളത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് ലോ, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് ADH. ADH മേക്സ് DCT പെർമിയബിൾ ടു വാട്ടർ. ഈ ഫിൽട്രേറ്റിൽ നിന്ന് വെള്ളത്തിന് ബ്ലഡിലേക്ക് കടന്നു പോകാൻ ADH സഹായിക്കും. അതായത് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഫിൽട്രേറ്റ്. ദ യൂറിൻ ബിക്കംസ് ഹൈപ്പർ ടോണിക്. യൂറിൻ ആരായി മാറും? ADH വന്നാൽ യൂറിൻ, പുറന്തള്ളുന്ന യൂറിൻ ഹൈപ്പർ ടോണിക് ആയിരിക്കും. സാൾട്ട് കണ്ടന്റ് കൂടിയ വാട്ടർ കണ്ടന്റ് വളരെ കുറഞ്ഞ യൂറിനാണ് ഹൈപ്പർ ടോണിക് യൂറിൻ എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് വെരി ഹൈ. നമ്മൾ ഒരേ സമയം ഒരുപാട് വെള്ളം കുടിച്ചു, അതല്ലെങ്കിൽ വിന്റർ സീസൺ ആണെങ്കിൽ, the production of ADH by hypothalamus is inhibited, that is stopped. Hypothalamus ADH produce stop ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താലോ നോ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് DCT നിന്ന് വെള്ളത്തിന് നമ്മൾ അവിടെയുള്ള ഫിൽട്രേറ്റ് നിന്ന് വെള്ളത്തിന് ബ്ലഡിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടിയ യൂറിൻ എന്തെയും പുറന്തള്ളും. ദ DCT impermeable to water, the urine becomes hypotonic. വെള്ളം കൂടുതലുള്ള യൂറിൻ നമ്മൾ പാസ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലാഡർ നിറയും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത്. മഴക്കാലത്ത്, വേനൽക്കാലത്താണെങ്കിൽ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും, അപ്പോൾ യൂറിൻ്റെ ഫോർമേഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ അളവേ യൂറിൻ വേനൽക്കാലത്ത് പാസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് ലോ, ആ കണ്ടീഷൻ പറയാൻ പറ്റും. അപ്പം ഹൈപ്പോതലാമസ് ADH ഉണ്ടാക്കും. ADH മേക്സ് DCT പെർമിയബിൾ ടു വാട്ടർ, ദ യൂറിൻ ബിക്കംസ് ഹൈപ്പർടോണിക്. വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഈസ് വെരി ഹൈ, ദ പ്രൊഡക്ഷൻ ഓഫ് ADH ബൈ ഹൈപ്പോതലാമസ് ഈസ് ഇൻഹിബിറ്റഡ്. Urine becomes the DCT impermeable to water, urine becomes hypotonic. For control of kidney function by ADH. ഇനി മറ്റൊരു ഭാഗം, ഇത് നിങ്ങൾ 10th പഠിച്ചൊരു ഭാഗമാണ്. നിങ്ങൾ 10th പഠിക്കാത്തൊരു ഭാഗം, കൺട്രോൾ ഓഫ് കിഡ്നി ഫങ്ഷൻ ബൈ RAS എന്ന് പറയും, റണ്ണിങ് ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. ഇത് വർക്ക് ചെയ്യുക ബ്ലഡിൻ്റെ പ്രഷറും വോളിയത്തിലും വ്യത്യാസം വരുമ്പോഴാണ്. ഈ ഗ്ലോമറസ് വഴി ഒഴുകുന്ന ബ്ലഡിൻ്റെ പ്രഷറും വോളിയം അത് വെച്ചുകൊണ്ടാണ് ഫിൽട്രേഷൻ കറക്റ്റ് നടക്കുക.
When the blood flows with low pressure, low velocity. Sorry, low volume, low pressure. Low volume, low pressure. അങ്ങനെയാണ് ബ്ലഡ് പോകുന്നതെങ്കിൽ കറക്റ്റ് ഫിൽട്രേഷൻ നടക്കില്ല. അത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സാധാരണ ഒരു ഇൻബിൽട്ട് മെക്കാനിസം കിഡ്നിക്കകത്തുണ്ട്. When the blood flows with low pressure, low volume, low blood pressure, low volume. ഉടൻ നമ്മുടെ കിഡ്നിയിൽ ഒരു മാസ് ഓഫ് ടിഷ്യൂ ഉണ്ട്. അത് നമ്മൾ JGA എന്ന് പറയും. JGA, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് പറയും. ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഇയാൾ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റെനിൻ എന്ന് പറയും. ഈ റെനിൻ്റെ സ്പെല്ലിംഗ് RENIN. നമ്മൾ നേരത്തെ ഡൈജഷൻ ഭാഗത്ത് റെനിൻ പഠിച്ചിരുന്നു. അത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്, എൻസൈമാണ് റെനിൻ, RENIN. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസേഴ്സ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അതിനകത്തുള്ള എൻസൈംസ് പെപ്സിൻ, റെനിൻ, സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അത് DN, ഇത് RENIN. ഇപ്പോൾ ഈ ഗ്ലോമറുലസ് വഴി ഒഴുകുന്ന ബ്ലഡിൻ്റെ പ്രഷറും വോളിയവും കുറവാണെങ്കിൽ ഈ എഫറന്റ് ആർട്രിയോളിൻ്റെയും ഇഫറന്റ് ആർട്രിയോളിൻ്റെ ഇടയ്ക്കാണ് ഒരു മാസ് ഓഫ് ടിഷ്യൂ നമ്മൾ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയും. ആ ടിഷ്യൂ അത് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ബ്ലഡ് ഇതിൽ കിടക്കുന്ന ബ്ലഡിൻ്റെ പ്രഷറും വോളിയം കുറവാണെങ്കിൽ ഉടൻ എന്ത് ചെയ്യും? ആ പ്രഷറും വോളിയം കൂട്ടാൻ വേണ്ടി ഇതൊരു മെക്കാനിസം നടത്തും. അതുവഴിയാണ് ഈ ഗ്ലോമറുലസ് വഴിയുന്ന പ്രഷറും വോളിയം നോർമലായി വരും. വെൻ ദ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ലോ വോളിയം, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, ഇറ്റ് ഇസ് എ മാസ് ഓഫ് ടിഷ്യൂ in the kidney, that is juxta glomerular apparatus, and a short on the JGA, it produces renin. Renin എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജൻ. ബ്ലഡിനകത്തുള്ള കെമിക്കലാണ് ആൻജിയോടെൻസിനോജൻ. ടെൻസിനോജൻ എന്ന് പറയുമ്പോൾ ഇനാക്റ്റീവ് ആണ്. ഈ ആൻജിയോടെൻസിനോജന് ആൻജിയോടെൻസിനാക്കി മാറ്റും. ആൻജിയോടെൻസിൻ. അങ്ങനെ ആൻജിയോടെൻസിനോജൻ, ഇനാക്റ്റീവ് ആൻജിയോടെൻസിനായി മാറണമെങ്കിൽ ആര് വേണം? റെനിൻ വേണം. അത് ആദ്യം ആൻജിയോടെൻസിൻ 1 ആയി മാറും, പിന്നീട് അത് ആൻജിയോടെൻസിൻ 2 ആയി മാറും. ആൻജിയോടെൻസിൻ ഈ ഒരു സ്കീമാറ്റിക് വേഗം പഠിക്കാൻ പറ്റും. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ലോ വോളിയം, JGA പ്രൊഡ്യൂസസ് റെനിൻ, റെനിൻ കൺവേർട്സ് ആൻജിയോടെൻസിനോജൻ ഇൻ ടു ആൻജിയോടെൻസിൻ 1, ദെൻ ആൻജിയോടെൻസിൻ 2. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും? കൺട്രാക്ട് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ കൺട്രാക്ട് ചെയ്യും. ദെർബൈ ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്. ബ്ലഡ് വെസൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്. പ്രഷർ ഇൻക്രീസ് ചെയ്യും. ആ കുറഞ്ഞ പ്രഷറിനെ കൂട്ടാൻ ഇത് സഹായിക്കും. ഇനി ബ്ലഡിൻ്റെ വോളിയം കുറഞ്ഞത് കൂടണമെങ്കിൽ റെനിൻ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അഡ്രിനൽ കോർട്ടെക്സ്, നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് ഉണ്ട്, അഡ്രിനൽ കോർട്ടെക്സ്. ആ അഡ്രിനൽ കോർട്ടെക്സിനെ കൊണ്ട് ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് പ്രൊഡ്യൂസസ് ആൽഡോസ്റ്റിറോൺ. ആ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യും? ഇൻക്രീസസ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് Na+ ഫ്രം ദ ഫിൽട്രേറ്റ്. നമ്മുടെ ADHന് അതേ ഫംഗ്ഷൻ തന്നെയാണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുക. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് Na+ ഫ്രം ദ ഫിൽട്രേറ്റ്. അങ്ങനെ വാട്ടറിനെ ഫിൽട്രേറ്റ് ചെയ്ത് ബ്ലഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിൻ്റെ വോളിയം കൂടും. ഇൻക്രീസസ് ബ്ലഡ് വോളിയം. അപ്പോൾ ബ്ലഡിൻ്റെ പ്രഷറും വോളിയവും കുറഞ്ഞപ്പോൾ പ്രഷർ കൂട്ടുന്ന മെക്കാനിസം ഈ മെക്കാനിസം, വോളിയം കൂട്ടുന്നത് ഈ മെക്കാനിസം. അപ്പോൾ ഈ ഗ്ലോമറുലസിനകത്തുള്ള പ്രഷറും വോളിയം ഓട്ടോമാറ്റിക് ആ കുറഞ്ഞത് കൂടി വന്നു. അപ്പോൾ ഈ ഗ്ലോമറുലസിലേക്ക് വരുന്ന ബ്ലഡിൻ്റെ പ്രഷറും വോളിയവും കുറവാണെങ്കിൽ JGA produces JGA, it is the mass of tissue that produces renin. Renin ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കൺവേർട്ട് ആൻജിയോടെൻസിനോജൻ ഇൻറ്റു ആൻജിയോടെൻസിൻ 1, then ആൻജിയോടെൻസിൻ 2. ഇറ്റ് കൺട്രാക്ട് ബ്ലഡ് വെസൽസ്, ദെർബൈ ബ്ലഡ് പ്രഷർ. ബ്ലഡ് വെസൽ ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് പ്രഷർ കൂടും. ബ്ലഡ് വെസലിനെ ചുരുക്കിയിട്ട് പ്രഷർ കൂട്ടും. അതേസമയം റെനിൻ സ്റ്റിമുലേറ്റ് അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിനെ കൊണ്ട് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ആൽഡോസ്റ്റിറോൺ. It increases the absorption of water from filtrate, thereby blood volume increases. ഇവിടെ 3 ആൾക്കാരെ വർക്ക് ചെയ്യുന്നത് റെനിൻ, ആൻജിയോടെൻസിൻ ആൻഡ് ആൽഡോസ്റ്റിറോൺ. ദിസ് ഈസ് കോൾഡ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ഓർ സിസ്റ്റം, RAS എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ബ്ലഡിൻ്റെ പ്രഷറും വോളിയം കുറഞ്ഞാൽ അത് കൂട്ടാനുള്ള മെക്കാനിസം. ഈ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ടെക്സ്റ്റിനകത്തില്ല, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കണം. വെൻ ദ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ഹൈ വോളിയം, പ്രഷറും വോളിയം കൂടിയിട്ടാണ് ഇതിലൂടെ വരുന്നതെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്തതിനും ഗ്ലോമറുലസിന് ഡാമേജ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുക? അവിടെയും ഒരു ഇൻബിൽട്ട് മെക്കാനിസം ഉണ്ട്. വെൻ ദ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ഹൈ വോളിയം ആണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ വോളിൽ നിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ANF എന്ന് പറയുക. ഹാർട്ട് വോൾ പ്രൊഡ്യൂസസ് എ ഹോർമോൺ കോൾഡ് ANF. അതിന് ഫുൾ ഫോം ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ എന്നാണ് ടെക്സ്റ്റിനകത്തുണ്ട്. ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ. അപ്പോൾ 3 ഷോർട്ട് ഫോം നിങ്ങൾ എക്സ്പാൻഷൻ പഠിക്കണം. ഒന്ന് GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ.
ഹാർട്ടിൻ്റെ ഏട്രിയൽ വോളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ദിസ് എ ഹോർമോൺ. അത് നമ്മൾ ഹാർട്ടിന് എന്ത് വിളിക്കാറുണ്ട്? മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. ഹാർട്ട് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഹാർട്ട് സ്വയം ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഹാർട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF. അത് ഇതിന് കാരണമാവും നോൺ പ്രൊഡക്ഷൻ ഓഫ് റെനിൻ ബൈ JGA. ഈ ANF വന്നു കഴിഞ്ഞാൽ അത് JGA കൊണ്ട് റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. റെനിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടും ബ്ലോക്ക് ആവും, ഈ റൂട്ടും ബ്ലോക്ക് ആവും. അഡ്രിനൽ കോർട്ടെക്സ് ആൽഡോസ്റ്ററോൺ ഉണ്ടാക്കില്ല. അപ്പം ബ്ലഡിൻ്റെ വോളിയം എന്ത് ചെയ്യും? ആ കൂടിയത് കുറഞ്ഞു വരും. വീണ്ടും വാട്ടറിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ബ്ലഡിൻ്റെ വോളിയം കുറയും. ബ്ലഡ് വെസലിന് ഈ സ്റ്റെപ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബ്ലഡ് വെസലിനെ കൺട്രാക്ട് ചെയ്യില്ല. അപ്പം ബ്ലഡ് വെസൽ കൺട്രാക്ട് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയും. ആ കൂടിയ പ്രഷറും വോളിയം എന്ത് ചെയ്യും? കുറയാൻ കാരണമാവും. ഈ റെനിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് ദ ലോവറിംഗ് ഓഫ് ബ്ലഡ് വോളിയം ആൻഡ് ബ്ലഡ് പ്രഷർ. When the blood flows with high pressure, high volume, heart wall produces a hormone called ANF. It causes the non-production of renin by JGA, thereby blood pressure and blood volume decreases. രണ്ട് പാർട്ടുണ്ട്, കൺട്രോൾ ബൈ ADH, കൺട്രോൾ ബൈ RAS. ഇപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആരാന്ന്? ADH ആണ്. ഇപ്പോൾ ADH വാട്ടറുമായിട്ട് ബന്ധം. ബോഡിക്കകത്ത് വാട്ടർ കണ്ടന്റ് കുറയുമ്പം ADHന് ബോഡി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യും. വാട്ടർ കണ്ടന്റ് കൂടുമ്പം അതിന് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനി ബ്ലഡിൻ്റെ വോളിയം പ്രഷറും കൂടുമ്പോൾ അത് കുറയുമ്പോൾ അത് കൂട്ടാനുള്ള മെക്കാനിസം ഇത്, അത് കൂടുമ്പോൾ കുറയ്ക്കാനുള്ള മെക്കാനിസം ഹാർട്ടിൻ്റെ ഭിത്തിയിൽ നിന്ന് ANF പ്രൊഡ്യൂസ് ചെയ്യും. അത് റെനിനെ JGA പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതുവഴി ബ്ലഡിൻ്റെ വോളിയവും പ്രഷറും കുറയും. ഓക്കെ, യെസ്. നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. കിഡ്നി കൂടാതെ ഈ വേസ്റ്റ് മെറ്റീരിയൽ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റുള്ള ഓർഗൻസ് ഏതൊക്കെയാണ്? ആക്സസറി എക്സ്ക്രിറ്ററി ഓർഗൻസ് എന്ന് പറയും. അഡീഷണൽ ഓർഗൻ, മെയിൻ ഓർഗൻ, പ്രിൻസിപ്പൽ ഓർഗൻ കിഡ്നിയാണ്. എക്സ്ക്രീഷനിൽ പ്രോസസ് ചെയ്യുന്ന മറ്റുള്ള ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ബോഡിയിൽ ലങ്സ് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആണ്, അതേ സമയത്ത് ഒരു എക്സ്ക്രിറ്ററി ഓർഗൻ ആണ്. ഇനി ലിവർ പല വേസ്റ്റും റിമൂവ് ചെയ്യാൻ സഹായിക്കും. സ്കിൻ. ഈ മൂന്നാൾക്കാരും ആരാണ്? ദ അഡീഷണൽ എക്സ്ക്രിറ്ററി ഓർഗൻസ്. ലങ്സിന് നമ്മളൊരു എക്സ്ക്രിറ്ററി ഓർഗൻ പറയാൻ കാരണം ലങ്സിലൂടെയാണ് കാർബൺ ഡൈഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. ഓരോ ഡേയിലും 18 ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട് ത്രൂ ലങ്സ്. ഏത് അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെയും റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. ഇപ്പോൾ ലങ്സ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് CO2 ആൻഡ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് മോയ്സ്ചർ. ബോഡിയിൽ അധികമുള്ള ജലം മോയ്സ്ചറിൻ്റെ രൂപത്തിൽ ഓരോ തവണ നമ്മൾ എക്സ്പ്രഷൻ നടത്തുമ്പോഴേ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ലങ്സ് വഴി വാട്ടറും കാർബൺ ഡൈഓക്സൈഡും റിലീസ് ചെയ്യുന്നു. സോ ലങ്സ് ഇസ് കോൾഡ് അഡീഷണൽ എക്സ്ക്രിറ്ററി ഓർഗൻ. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കിഡ്നി കൂടാതെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലങ്സ്. ലങ്സ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് നമ്മുടെ ശ്വാസകോശങ്ങൾ. ലങ്സ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് CO2, വെരി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് മോയ്സ്ചർ. ഇനി ലിവർ നമ്മളൊരു എക്സ്ക്രിറ്ററി ഓർഗൻ വിളിക്കാൻ കാരണം ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. Bile helps in the elimination of bilirubin, biliverdin, cholesterol, degraded steroid hormones. ബോഡിയിൽ ഹോർമോൺസ് ഉണ്ട്, ഫാറ്റ് ഹോർമോൺസ് ഉണ്ട്, കൊളസ്ട്രോൾ അടങ്ങിയ ഹോർമോൺ. അതിന് റോള് കഴിഞ്ഞാൽ അതിനെ ഡീഗ്രേഡ് ചെയ്തും അതിനെ വിഘടിപ്പിച്ചിട്ട് ലിവർ വഴി എന്ത് ചെയ്യുന്നത്? ബൈൽ വഴിയാണ് റിലീസ് ചെയ്യുക. ഓരോ ഡേയിലും നമ്മൾ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്ന ലിപ്പിഡ് ഹോർമോൺസിന് അതിന് റോള് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ലിവറാണ്. അതുപോലെ പല ഡ്രഗ്സും അതിൻ്റെ റോള് കഴിഞ്ഞാൽ അതിനെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുന്ന ആൾ ലിവർ ഉണ്ടാക്കുന്ന ബൈൽ വഴി റിലീസ് ചെയ്യുക. അപ്പോൾ ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിമൂവൽ ഓഫ് ബിലിറുബിൻ, ബിലിവേർഡിൻ. RBC പൊട്ടുമുണ്ടാകുന്ന വേസ്റ്റ് ആണ് ബിലിറുബിൻ, ബിലിവേർഡിൻ. ബിലിവേർഡിൻ ആൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് കൊളസ്റ്റിറോൾ, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആൻഡ് ആൾസോ ദ ഡ്രഗ്സ്. പലതരം മരുന്നുകളും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ റോള് കഴിഞ്ഞാൽ അത് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലിവറാണ്. ലിവർ വഴിയാണ് അത് പുറന്തള്ളുന്നത്. ലിവർ എന്ത് ചെയ്യും? ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ബൈൽ എവിടെ വരും? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റിനകത്ത് വരും. ആ സ്മോൾ ഇൻറ്റസ്റ്റിനകത്ത് പിന്നെ എന്ത് ചെയ്യും? ഫുഡിൻ്റെ വേസ്റ്റ് വഴി പുറത്തേക്ക് പോകും. സ്കിന്ന് നമ്മളൊരു എക്സ്ക്രിറ്ററി ഓർഗൻ വിളിക്കാൻ കാരണം അതിനകത്ത് 2 എക്സ്ക്രിറ്ററി ഗ്ലാൻസ് ഉണ്ട്. അതാണ് സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും. സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് മെഴുക് ഗ്രന്ഥികളും വിയർപ്പ് ഗ്രന്ഥികളും. ഇത് രണ്ടും എന്താണോ? വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥികളാണ്. സ്വെറ്റ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസസ് സ്വെറ്റ്. വിയർപ്പ് ഗ്രന്ഥി വിയർപ്പുണ്ടാക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് NaCl. അതിനകത്ത് ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എലിമിനേഷൻ ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ്,
water, NaCl. Sebaceous gland produces sebum. Sebum helps in the removal of wax, excess hydrocarbons. നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അധികം കഴിച്ചാൽ അതൊന്നും അതുണ്ടാവും, ഫാറ്റി ആസിഡ് ഉണ്ടാവും. നമ്മൾ ഹൈഡ്രോ കാർബൺസ് പറയുന്നത് ആ ഫാറ്റി ആസിഡും അധികമുള്ളത് പുറന്തള്ള എന്തുവഴിയാണ്, അത് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം അധികം കഴിക്കുമ്പം സെബം അധികം പ്രൊഡ്യൂസ് ചെയ്യും. മെഴുക്, ദ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് സെബം. സെബം ഹെൽപ്സ് ഇൻ ദ റിമൂവൽ ഓഫ് വാക്സ്. ഇതൊക്കെ ലിപ്പിഡിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ടന്റാണ്, അതിന് ഡെറിവേറ്റീവ്സ് ആണ്. വാക്സ്, എക്സസ് ഹൈഡ്രോ കാർബൺസ്. അങ്ങനെ ഹൈഡ്രോ കാർബൺസും വാക്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആള് സെബേഷ്യസ് ഗ്ലാൻഡ്. സം യൂറിയ, lactic acid, NaCl removed through sweat, bilirubin, biliverdin, cholesterol, degraded hormones, drugs removed by liver, carbon dioxide, some water in the form of moisture by lungs. These are the other organs in excretion. Yes, ഇന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ലാസ്റ്റ് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സാണ്. നമ്മൾ കിഡ്നി ഫെയിലിയർ എന്ന് പറയും. കിഡ്നി പ്രവർത്തന നിലച്ച ആൾക്കാർ അവരെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയും. ഹീമോ ഡയാലിസിസ്. കിഡ്നി ഫെയിലിയർ വന്ന ആളുടെ ലക്ഷണം അവർക്ക് യൂറമിയ ഉണ്ടാവും. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡിൽ അമിതമായി യൂറിയ അടിഞ്ഞുകൂടും. സാധാരണ കേസിൽ എന്ത് ചെയ്യും, യൂറിയ ഒരു മിനിമം കൂടുമ്പോൾ അത് കിഡ്നിയെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ പുറന്തള്ളുന്നത്. ഇപ്പോൾ കിഡ്നിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എക്സസ് യൂറിയ ഇൻ ബ്ലഡ്, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, അങ്ങനെ ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടിയ അവസ്ഥയാണ് യൂറമിയ എന്ന് പറയും. അങ്ങനെ യൂറമിയ വന്ന ആൾക്കാർക്ക്, കിഡ്നി ഫെയിലിയർ വന്ന ആൾക്കാർ അവരെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള, അതിന് യൂറിയ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹീമോ ഡയാലിസിസ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബ്ലഡ് ഓഫ് എ പേഴ്സൺ സഫറിംഗ് ഫ്രം കിഡ്നി ഫെയിലിയർ ഈസ് കോൾഡ് ഹീമോ ഡയാലിസിസ്. അതിനുപയോഗിക്കുന്ന ഡിവൈസ് ഹീമോ ഡയലൈസർ പറയും. പിന്നെ ഹീമോ ഡയാലിസിസ് സിമ്പിൾ നമ്മൾ ഡയാലിസിസ് പറയും. ഡയാലിസിസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ദ ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട്. ഒരു ബ്ലഡ് വെസൽ ഒരു ആർട്ടറി കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് പുറത്തേക്ക് എടുക്കും. അങ്ങനെ ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട്. ആ പുറത്തേക്ക് എടുക്കുന്ന ബ്ലഡ്, അങ്ങനെ ഒരു ബ്ലഡ് വെസൽ വഴി പുറത്തേക്കുന്ന ബ്ലഡ് എന്ത് ചെയ്യും, അത് ഈ മെഷീനിലൂടെ കടന്നിട്ട് മറ്റൊരു വെയിനിലൂടെ നീ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ബ്ലഡ് ഇങ്ങനെ ഒഴുകി അതിന് ടൈം എടുത്തിട്ട് ഓരോ ഇതിലെന്ത് ചെയ്യും, അങ്ങനെ ആ മെഷീനിലൂടെ കടന്ന് അത് ഫിൽട്ടർ ചെയ്ത് തിരിച്ച് ബോഡിയിലേക്ക് പോകും. അപ്പോൾ ഈ മെഷീൻ വഴി നമ്മളെ ബോഡിനെ കണക്ട് ചെയ്യും. ദ ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട്. ഇനി അങ്ങനെ പുറത്തേക്ക് എടുത്ത ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റി കോയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യണം. കാരണം ബ്ലഡ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, റിയാക്ഷൻ നടക്കും. അപ്പോൾ ഹെപ്പാരിൻ പോലെയുള്ള ആൻറ്റി കോയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യും. ദ ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട്, ഇറ്റ് ഈസ് മിക്സഡ് വിത്ത് ഹെപ്പാരിൻ, ആൻറ്റി കോയാഗുലന്റ് ലൈക്ക് ഹെപ്പാരിൻ, കട്ട പിടിക്കുന്ന റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈസ് കൂൾഡ്. അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ എൻസൈംസ് ഒക്കെ ഇനാക്റ്റീവ് ആവും. കൊയാഗുലേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട്, ഇറ്റ് ഈസ് മിക്സഡ് വിത്ത് ആൻറ്റി കോയാഗുലന്റ്, ഇറ്റ് ഈസ് കൂൾഡ്, ദെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ ഹീമോ ഡയലൈസർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹീമോ ഡയലൈസറിലൂടെ പാസ് ചെയ്യും. ഈ ഹീമോ ഡയലൈസർ പറഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ പോലെ വലിയൊരു ബോക്സ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കും. പക്ഷേ കിഡ്നിയുടെ ഷേപ്പ് അല്ല, കിഡ്നിയുടെ ഫംഗ്ഷൻ അതേപോലെ ചെയ്യും. ഒരു ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പം അതിനകത്തൊരു സെലോഫാൻ ട്യൂബ് ഉണ്ടാവുക. സെലോഫാൻ ട്യൂബ് എന്ന് പറയുമ്പം ഒരു സെമി പെർമിയബിൾ, ചില ആൾക്കാർ കടത്തിവിടും, ചില ആൾക്കാർ കടത്തിവിടും. നമ്മൾ സെമി പെർമിയബിൾ, അർദ്ധധാരി സ്ഥലം എന്ന് പറയാം. അതിനകത്തുള്ള ഫ്ലൂയിഡിനെ വിളിക്കുക നമ്മൾ ഡയലൈസിങ് ഫ്ലൂയിഡ് എന്ന് പറയും. ഈ ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെലോഫാൻ ട്യൂബാണ് ഹീമോ ഡയലൈസർ. ഈ ഡയലൈസിങ് ഫ്ലൂയിഡിന് ബ്ലഡിൻ്റെ അതേ കോമ്പസിഷൻ ആയിരിക്കും. നമ്മൾ ബ്ലഡിൻ്റെ അതേ കോമ്പസിഷൻ ആയിരിക്കും. ഇപ്പം ഗ്ലൂക്കോസും അമിനോ ആസിഡൊക്കെ ത്തുള്ള അതേ കണ്ടന്റ് ആയിരിക്കും. അപ്പം അതൊന്നും ഈ ഫ്ലൂയിഡിന് പുറത്തേക്ക് വരില്ല. എന്നാൽ യൂറിയ, അമോണിയ പോലെയുള്ള വേസ്റ്റ് എന്തായിരിക്കും, അതിന് കോൺസെൻട്രേഷൻ ഇവിടെ കുറവായിരിക്കും, ഇതിനകത്ത് ഉണ്ടാകില്ല. അപ്പം ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ. ഇവിടെ എന്ത് ചെയ്യും, ഇതിലൂടെ പോകുമ്പോൾ ആ യൂറിയ അമോണിയക്ക് എന്ത് ചെയ്യും, ഈ സെലോഫാൻ മെംബ്രെയിൻ കടന്നിട്ട് ഈ ഫ്ലൂയിഡിലേക്ക് വരും. ദ ബ്ലഡ് ഈസ് പാസ്ഡ് ത്രൂ ദ സെലോഫാൻ ട്യൂബ്. അപ്പോൾ യൂറിയ, അമോണിയ എക്സെട്ര ഫ്രം ദ ഫിൽട്രേറ്റ് എൻ്റർ ഇൻ ടു ദ ഡയലൈസിങ് ഫ്ലോയിൽ. അപ്പോൾ നമ്മൾ ഈ സെലോഫാൻ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ യൂറിയക്ക് എന്ത് ചെയ്യും, യൂറിയയുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഉണ്ടാകില്ല, ഇവിടെ കൂടുതലായിരിക്കും. ഇപ്പോൾ എന്ത് ചെയ്യും, പാസീവ് ട്രാൻസ്പോർട്ട് വഴി ഈ യൂറിയ അമോണിയക്ക് എന്ത് ചെയ്യും, ഈ ഫിൽട്രേറ്റിലേക്ക്, ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് കടക്കും. അങ്ങനെ ബ്ലഡിൽ നമ്മൾ കിഡ്നി ചെയ്യുന്ന വർക്ക് ഈ സെലോഫാൻ ട്യൂബിലൂടെ ബ്ലഡ് പോകുമ്പോൾ നടക്കും. അപ്പോൾ ബ്ലഡ്
taken out, it is mixed with antiheparin, it is cooled, then passed through the hemodialyzer. When the blood passes through the dialyzer, the nitrogenous waste materials are removed from the blood into the dialysing fluid. The purified blood, അങ്ങനെ ഈ ട്യൂബിലൂടെ കടന്നു വരുന്ന ബ്ലഡ് എന്തായിരിക്കും? യൂറിയ, അമോണിയ ഒക്കെ ആ ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പം അതൊക്കെ കുറഞ്ഞ ബ്ലഡ് പുറത്തേക്ക് വരിക. ദ പ്യൂരിഫൈഡ് ബ്ലഡ് അത് നമ്മൾ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബോഡിയിലേക്ക് കൊണ്ടുപോകണം നമ്മൾ ഈ ചെയ്തൊക്കെ റിവേഴ്സ് ചെയ്യണം. ഇപ്പോൾ കൂൾഡ് ആണെങ്കിൽ വാംഡ്, ബോഡി ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടുവരണം. ഈ ഹെപ്പാരിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻറ്റി ഹെപ്പാരിനുമായിട്ട് മിക്സ് ചെയ്യണം. The purified blood is warmed to the body temperature, it is mixed with antiheparin, then returned to the body, then passed into the body through a vein. ഒരു വെയിൻ വഴി എന്ത് ചെയ്യും? തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കിഡ്നി ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യും? ബ്ലഡിനെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ഹീമോഡയലൈസർ എന്നുള്ള മെഷീനിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഹീമോ മീൻസ് ബ്ലഡ്, ഹീമോഡയാലിസിസ്. The purification of the blood of a person suffering from kidney failure called hemodialysis. The device used is called hemodialyzer or artificial kidney. As in a procedure, the blood of the patient is taken out, it is mixed with the anticoagulant, it is cooled, then passed through the hemodialyzer. Hemodialyzer contain a cellophane tube, cellophane membrane konduണ്ടാക്കിയ tube dipped in dialysing fluid. When the blood passes through the cellophane tube, the nitrogenous waste are released from the blood into the dialysing fluid. The purified blood is warmed, mixed with antiheparin and passed into the body through a vein. ഇനി ഇതിനകത്ത് വരുന്ന ടേമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മൾ കിഡ്നി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അതിനെപ്പറ്റി ഷോർട്ട് നോട്ട് മാത്രം മതി. എന്താ കിഡ്നി ഗ്രാഫ്റ്റിംഗ്? ദ റീപ്ലേസ്മെന്റ് ഓഫ് എ ഡിസീസ്ഡ് കിഡ്നി ബൈ എ ഹെൽത്തി വൺ. രോഗം വന്ന പ്രവർത്തിക്കാത്ത കിഡ്നിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു ഹെൽത്തി കിഡ്നി ഫിറ്റ് ചെയ്യുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരാൾ ബോഡിയിൽ 2 കിഡ്നി ഉണ്ടാവും, 2 കിഡ്നി വർക്ക് ചെയ്യും, പക്ഷേ ഒരു കിഡ്നിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയെ ബോഡിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ വിഷയമില്ല, ബോഡിയുടെ മൊത്തം വർക്ക് ആര് ചെയ്യും? ഒരു കിഡ്നി ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ കിഡ്നിക്ക് ഡാമേജ് വരുമ്പോഴാണ് നമ്മൾ കിഡ്നി മാറ്റിവെക്കുന്ന ആ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഒരു കിഡ്നി പോയി കഴിഞ്ഞാൽ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്കകത്ത് 2 കിഡ്നിയും ഒരേപോലെ വർക്ക് ചെയ്യും, പക്ഷേ ഒരു കിഡ്നിയുടെ റോളേ ബോഡിയിൽ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ കിഡ്നിയും ഒരാൾക്ക് ഡാമേജ് വരുമ്പോൾ അതിന് പകരം നമ്മൾ ഒരു ഹെൽത്തി കിഡ്നി, എപ്പോഴും കിഡ്നി മാറ്റി വെക്കുമ്പോൾ ഒരു കിഡ്നി മാറ്റി വെക്കാറുള്ളൂ. അപ്പോൾ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ജീവിച്ചിരിക്കുന്ന ഏതൊരാൾക്കും കിഡ്നി ദാനം ചെയ്യാം. കാരണം 2 കിഡ്നി ഉണ്ട്, നമ്മളൊരു കിഡ്നി എടുത്തു കഴിഞ്ഞാലും മറ്റേ കിഡ്നി വർക്ക് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അവയവം മാറ്റി വെക്കുമ്പോൾ നമ്മൾ മെയിൻ കൊടുക്കുന്നത് കിഡ്നിയാണ്. അങ്ങനെ ദ റീപ്ലേസ്മെന്റ് ഓഫ് എ ഡിസീസ്ഡ് കിഡ്നി ബൈ എ ഹെൽത്തി വൺ ഈസ് കോൾഡ് കിഡ്നി ഗ്രാഫ്റ്റിംഗ്. അങ്ങനെ കിഡ്നി മാറ്റി വെക്കുമ്പം ഏറ്റവും നമ്മൾ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം റിജക്ഷൻ ഓഫ് ദ ട്രാൻസ്പ്ലാന്റഡ് ഓർഗനാണ്. ഏതൊരാളുടെ കിഡ്നി നമുക്ക് ഒരാൾക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ജീൻസ് എന്തായിരിക്കും? ജീൻസ് മാച്ചിങ് ആയിരിക്കണം, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കണം. അങ്ങനെ എല്ലാം വരുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ ബോഡി, ആ മാറ്റിവെച്ച ആളുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യും, അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒഴിവായി കളയും. അപ്പോൾ അതിനെക്കൊണ്ട് പ്രയോജനമില്ലാതെ വരും. ദ മേജർ പ്രോബ്ലം associated with kidney grafting is the rejection of the transplanted organ by the recipient body. കൊടുത്തിരിക്കുന്ന ബോഡി അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിജക്ഷൻ ഒഴിവാക്കാൻ, ടു മിനിമൈസ് റിജക്ഷൻ, നമ്മളതിൻ്റെ പ്രയോറിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും നമ്മൾ ഈ അവയവം വാങ്ങേണ്ടതെന്നുള്ള, ആരുടെ അവയവം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ റിജക്ഷൻ ഏറ്റവും കുറവുണ്ടായിരിക്കുക എവിടെയാണ്? ഇൻ കേസ് ഓഫ് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഒരേപോലെയുള്ള ഇരട്ട കുട്ടികൾ, അതിലൊരാൾക്ക് കിഡ്നി ഡാമേജ് വന്നാൽ അയാളുടെ പെയറിലെ ആളുടെ കിഡ്നി മാറ്റി വെക്കുകയാണെങ്കിൽ റിജക്ഷൻ ഉണ്ടാകില്ല. കാരണം സെയിം സൈഗോട്ട് നിന്നാണ്, ഒരേ സൈഗോട്ട് നിന്നാണ് ഈ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവുക. നമ്മൾ അടുത്തോളം പഠിക്കും. ഒരേ ജീൻസ് ആയിരിക്കും, ഇപ്പം നോ റിജക്ഷൻ ആയിരിക്കും. ഇപ്പോൾ റിജക്ഷൻ ഏറ്റവും കുറവുള്ള കേസ് ഏതാണ്? ഐഡന്റിക്കൽ ട്വിൻസ്. പക്ഷേ എല്ലാവർക്കും ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാകില്ലല്ലോ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ആർക്കാണ്? സിബ്ലിങ്സ് എന്ന് പറയും. സിബ്ലിങ്സ് പറഞ്ഞാൽ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, സെയിം പാരൻസ് ആയിരിക്കും, അപ്പോൾ കുറേ എന്തായിരിക്കും? മാച്ചിങ് ആയിരിക്കും. മൂന്നാമത്തെ കേസ് ആരാണ്? പാരൻസ് ആണ്. പ്രായമൊക്കെ കുറവുള്ള പാരൻസ് ആണെങ്കിൽ പാരൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അതും ഇല്ലെങ്കിൽ എന്താണോ? അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ആ കേസ് നമ്മൾ എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ വേണ്ടി ഇമ്മ്യൂണോ സപ്രസൻസ് ഉള്ള മരുന്നൊക്കെ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ബോധപൂർവം കിഡ്നി വെച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒരാളുടെ രോഗം വന്ന് കിഡ്നി മാറ്റി ഒരു ഹെൽത്തി കിഡ്നി ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓർ കിഡ്നി ഗ്രാഫ്റ്റിംഗ്. ഇതിനകത്ത് 2 ടേംസ് കൂടിയേ ഉള്ളൂ. ഗ്ലോമർലോ നെഫ്രൈറ്റിസ് എന്ന് പറയും, പേര് തന്നെയുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലസ്
ഒരാളുടെ കിഡ്നിക്കകത്തുള്ള ഗ്ലോമറുലസ് ഭൂരിഭാഗവും ഇൻഫ്ലമേഷൻ വന്ന് കഴിഞ്ഞാൽ അത് ഒരു കിഡ്നി ഡാമേജിൻ്റെ കണ്ടീഷനാണ്. ദ ഇൻഫ്ലമേഷൻ വീക്ക് ഉണ്ടാകുക, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, ഗ്ലോമറുലസിൽ പ്ലൂറലാണ് ഗ്ലോമറുലൈ, ഈസ് കോൾഡ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. റിനൽ കാൽക്കുലൈ എന്ന് പറയും. റിനൽ കാൽക്കുലൈ എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺസ് നടത്തും. കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ആണ്, കിഡ്നിക്കകത്ത് കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽ ഉറഞ്ഞു കൂടുന്ന അവസ്ഥയാണ് റിനൽ കാൽക്കുലൈ ഓർ കിഡ്നി സ്റ്റോൺ. ദീസ് ആർ ദ അക്യുമുലേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഇൻ കിഡ്നി. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇന്ന് എടുത്ത ഭാഗം മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, then micturition, other organs in excretion, hormonal control of kidney function, hemodialysis. ആ ഭാഗങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ട് നോട്ട് തയ്യാറാക്കണം. ക്ലാസ് എഴുതുന്ന എല്ലാവർക്കും നന്ദി.